സുഭദ്രയോട് നന്ദിത പറഞ്ഞതുപോലെ തന്നെ ഗോവിന്ദൻ ഉണർന്നിരുന്നു. അയാൾ തന്റെ കട്ടിൽ ചാരലിലേക്ക് ഉയർത്തിവെച്ച് തലേണയിൽ ചാരിയിരുന്ന് ടി.വി. ന്യൂസ് കാണുകയായിരുന്നു. ഗോവിന്ദേട്ടൻ ഉണർന്നിട്ട് അധിക നേരമായോ എന്നുള്ള സുഭദ്രയുടെ ചോദ്യത്തിന് ആൾ ഇങ്ങനെ മറുപടി നൽകി. ആ, ഇതിന് നേരമായി. ഉണർന്നപ്പോ നിങ്ങളെ കണ്ടതില്ല. എനിക്ക് തോന്നി നിങ്ങൾ തൊടിയിലേക്ക് പോയി കാണുമെന്ന്. പിന്നെ ശല്യപ്പെടുത്തേണ്ട, പതി വരട്ടെ എന്ന് വിചാരിച്ചു. എന്നാലും ഒന്ന് വിളിക്കാമായിരുന്നു ഗോവിന്ദേട്ടാ, നന്ദിത അയാളോട് പറഞ്ഞു. അപ്പോൾ അയാൾ ഒന്ന് പുഞ്ചിരിച്ചു. ആ സമയം ഗോവിന്ദനുള്ള ഉച്ചഭക്ഷണം എടുത്തു വെക്കാനായി സുഭദ്ര അടുക്കളയിലേക്ക് പോയി. അവൾ തിരിഞ്ഞു പോയതും നന്ദിതയോട് ഗോവിന്ദൻ ചോദിച്ചു, നീ അവളോട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്? അവളോട് മനസ്സ് വിഷമിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പറഞ്ഞോ നീ? മനസ്സ് വിഷമിക്കുന്ന തരത്തിൽ ഞാൻ എന്ത് പറയാനാ ഗോവിന്ദേട്ടാ? കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അത് ആരുടെയും കുറ്റവും കുറവൊന്നുമല്ല. നടന്ന സംഭവങ്ങൾ നടന്നതുപോലെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ചേച്ചി പറയരുതല്ലോ ഒരു കാര്യമൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന്. നീ അധികം ഒന്നും അവളോട് പറയണ്ട. എല്ലാം അറിഞ്ഞ ശേഷം അവൾക്കൊരു മനമാറ്റം ഉണ്ടായാലോ? അവൾ എല്ലാം ഉപേക്ഷിച്ച് പൊന്നിക്കരയിലേക്ക് പോകാൻ തുടങ്ങിയാലോ? ആർക്കാ നഷ്ടം? അല്ലേലും നഷ്ടം എനിക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? നിനക്ക് നിന്റെ കാര്യം നോക്കി പോകൂലേ? ഓ, ഇപ്പൊ അങ്ങനെയായോ? ഗോവിന്ദേട്ടന് വേണ്ടിയിട്ട് ഇത്രയും വാദിച്ച് 3-4 മാസം ഇവിടെ നിർത്തി കുടുംബം ഒന്നിപ്പിക്കാൻ നോക്കുമ്പോ ഏട്ടൻ ഇങ്ങനെ തന്നെ പറയണം? എന്നെ കുറിച്ച് ഞാനിപ്പോ കറിയിലെ കറിവേപ്പിലായി, അത്രേ ഉള്ളൂ. എടി, നീ ഒരു കറിവേപ്പില ആയിട്ടില്ല. അധികം പറഞ്ഞ് അവളോട് മനസ്സ് വിഷമിക്കണ്ട എന്ന് പറഞ്ഞത്. എനിക്കെല്ലാം മനസ്സിലായി. സുഭദ്രേച്ചി ഓർത്തു വെച്ചിരിക്കുന്നതേ ഇക്കാലം അത്രയും സുഭദ്രേച്ചിയെ ഏട്ടൻ മറക്കാനാവാത്തോണ്ട് ഇന്ദുവേട്ടത്തിയുമായി നല്ലൊരു ദാമ്പത്യമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ്. പക്ഷെ ഗോവിന്ദേട്ടൻ 20 വർഷം ഏടത്തി സന്തോഷത്തോടെ ജീവിച്ചിരുന്നു അറിയുമ്പോ ഗോവിന്ദേട്ടന്റെ കുഞ്ഞിനെ വളർത്തി ഗോവിന്ദേട്ടന്റെ മനസ്സിലോർത്ത് ഇക്കണ്ട കാലം അത്രയും മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ ജീവിച്ച സുഭദ്രേച്ചിയുടെ മനസ്സ് തകരുന്നത് കാണാൻ എനിക്ക് വയ്യ. ഞാനൊരു പെണ്ണല്ലേ, അതുകൊണ്ട് സുഭദ്രേച്ചിയുടെ ആ കാര്യം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഗോവിന്ദേട്ടൻ അതോർത്ത് വിഷമിക്കേണ്ട. ഇനി അഥവാ പറയേണ്ടി വന്നാലും അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയാം. സത്യം മാത്രമേ എന്ത് പറഞ്ഞാലും ഞാൻ പറയുള്ളൂ. ഗോവിന്ദന് മേശപ്പുറത്തേക്ക് കഞ്ഞി എടുത്തു വെച്ചിട്ട് തിരികെ അയാളെ വിളിക്കാനായി മുറിയിലേക്ക് വന്ന സുഭദ്ര നന്ദിതയും അയാളും തമ്മിലുള്ള സംഭാഷണം കേട്ട് ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. താൻ കേൾക്കുന്നതൊക്കെ സത്യമാണോ? ഗോവിന്ദേട്ടനും ഇന്ദുവും തമ്മിൽ സ്നേഹത്തോടെ 20 കൊല്ലം ജീവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ പിന്നീട് ഉണ്ണിയുടെ വിവാഹത്തിന്റെ അന്ന് തൊട്ടായിരിക്കാം വീണ്ടും ഇന്ദുമതിയെ വെറുത്തു തുടങ്ങിയത്. അതുവരെ അവർ സ്നേഹത്തോടെ കഴിഞ്ഞിരിക്കാം. സുഭദ്ര അങ്ങനെ സ്വയം സമാധാനിച്ചു. ആരെ എങ്ങനെയൊക്കെ ജീവിച്ചാലും നഷ്ടം തനിക്ക് മാത്രമേ ഉള്ളൂ. താൻ മാത്രം എന്നും ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. ഇനിയും താൻ തോറ്റു കൊടുക്കാൻ തയ്യാറില്ല. തനിക്ക് ആർഭാടപൂർണമായ ജീവിതമൊന്നും വേണ്ട. തൻ്റെ നാട്ടിൽ തനിക്ക് സ്വന്തമായി ഉള്ളിടത്ത് സമാധാനത്തോടെ ജീവിക്കണം. തനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ എവിടെയാണുള്ളത്? തൻ്റെ പൊന്നിക്കരിയമ്മയുടെ അടുത്ത് തന്നെ തനിക്ക് ജീവിക്കണം ബാക്കിയുള്ള കാലം. ഇനി താൻ എന്തൊക്കെ കേട്ടാലും മനസ്സറിയാൻ പാടില്ല, ഇവിടെ നിൽക്കാനും പാടില്ല. ഗോവിന്ദേട്ടൻ ഒപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇനി തൻ്റെ മകളോടും കൊച്ചുമക്കളോടും ഒപ്പം തൻ്റെ പൊന്നിക്കരിയിൽ തന്നെയാവണം. അതല്ല, ഈ സ്വത്താണ് ഗോവിന്ദേട്ടന് വലുതെങ്കിൽ താൻ ഇവിടെ നിന്ന് ഗോവിന്ദേട്ടനെ കൂടാതെ മടങ്ങുന്നു. ഉടൻ തന്നെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുറപ്പിച്ച് സുഭദ്ര അയാളുടെ മുറിയിലേക്ക് ഒന്നും അറിയാത്ത ഭാവത്തിൽ കയറി ചെന്നു. അവൾ വരുന്നത് കണ്ടതുകൊണ്ടാവാം അവരുടെ സംഭാഷണം പെട്ടെന്ന് നിലച്ചു. അവൾ ഒരു ഭാവവ്യത്യാസവും കാണിച്ചതുമില്ല. ഗോവിന്ദനോട് അവൾ പറഞ്ഞു, ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാൻ വന്നാലും മരുന്ന് കഴിക്കേണ്ടതല്ലേ? നന്ദിത കൊച്ചേ, നിനക്കും ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് ഭക്ഷണം കഴിക്കൂ. വരാൻ ചേച്ചി, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പിന്നെ ചേച്ചി, ഇന്ന് തന്നെ എനിക്ക് പോണം. ഇന്ന് ലീവായിരുന്നേ, നാളെ മുതൽ ജോലിക്ക് കയറണം. ആണോ? പക്ഷെ നന്ദിത കൊച്ചിന് ഇവിടെ നിന്ന് ജോലിക്ക് പോകുന്നതല്ലേ എളുപ്പം. മക്കളൊക്കെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായവരല്ലേ. അല്ലെങ്കിൽ അവരെ കൂട്ടി ഇവിടെ വന്ന് താമസിച്ചുകൂടെ? ഹേയ്, അതൊന്നും ശരിയാവില്ല ചേച്ചി. എന്തേലും അത്യാവശ്യം വന്നാ 1-2 ദിവസം ഇവിടെ വന്ന് താമസിക്കാന്നല്ലാതെ മക്കളുടെ അച്ഛന് ഇവിടെ ഒന്നും ശരിയാവില്ല. ഒരു പ്രത്യേക ടൈപ്പാണേ. സുഭദ്ര ഉള്ളിൽ ഒന്ന് ചിരിച്ചു. താൻ മനസ്സിലാക്കിയതുപോലെ തന്നെ പണ്ടത്തെ സ്നേഹവും മോഹവും ഒക്കെ പൊക്കിയെടുത്ത് തന്നെ ഇവിടെ തളച്ചിടാനുള്ള ആസൂത്രണമാണ് ഇതെന്ന് തനിക്കിപ്പോൾ മനസ്സിലായി തുടങ്ങി. എല്ലാവർക്കും എല്ലാവരുടെയും സ്വന്തം കാര്യം മാത്രം, സ്വാർത്ഥത മാത്രമുള്ള ഈ ലോകം. ഇവിടുന്ന് തനിക്ക് രക്ഷപ്പെടണം. പണം കാണിച്ചാൽ താനും തൻ്റെ മകനും ഇവിടെ വന്ന് താമസിക്കുമെന്നായിരിക്കും ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ്. ഒന്നും നടക്കില്ല. അവൾ മനസ്സിൽ അത് ഉറപ്പിച്ചിരുന്നു. ഗോവിന്ദനെ വിളിച്ചുകൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ഉച്ചയ്ക്കുള്ള മരുന്ന് നൽകിയ ശേഷം അയാൾ വീണ്ടും മയക്കത്തിലേക്ക് പോയി. നന്ദിത സുഭദ്രയെ കൂട്ടി മുകളിലത്തെ മുറികളിലേക്കുള്ള പടിക്കെട്ടുകൾ കയറി.
സുഭദ്ര ആദ്യമായിട്ടായിരുന്നു മുകൾ നിലയിലേക്ക് വന്നത്. അവിടെ ഒരുപാട് മുറികൾ അടച്ചിട്ടിരിക്കുകയാണ്. പണ്ടത്തെ കാർന്നോന്മാരൊക്കെ ഉപയോഗിച്ച് ഉപേക്ഷിച്ച മുറികൾ. ഇതൊക്കെ വല്ലപ്പോഴും ആരെ കൊണ്ടെങ്കിലും തുടച്ചു വൃത്തിയാക്കി ഇരിക്കും. പണ്ടത്തെ ഉരുപ്പടികൾ കൊണ്ടുള്ള മുറികൾ ആയതുകൊണ്ട് ഇന്നും ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. സുഭദ്ര ചുറ്റിനും നോക്കി. എല്ലാം നല്ല വലിപ്പമുള്ള മുറികളാണ്. അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ അങ്ങ് താഴെ റോഡിൽ നിന്നുള്ള കാഴ്ചകൾ പോലും കാണാം. നല്ല പടിഞ്ഞാറും കാറ്റും മുറിയിൽ ആകെ കയറി ഇറങ്ങി പോകുന്നു. അതിൽ ഒരു മുറിയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ നന്ദിത നിന്നു. എന്റെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ കുട്ടയങ്ങൾ ഒന്നെടുത്ത് ആ മുറി തുറന്നു. എവിടെ മുറിയാണെന്ന് സുഭദ്രേച്ചിക്കൊന്ന് ഊഹിച്ച് പറയാൻ സാധിക്കുമോ? നന്ദിത അവളോട് ചോദിച്ചു. അറിയില്ല എന്നവൾ ഉത്തരം നൽകി. അവർ മുറിക്കുള്ളിലേക്ക് കയറി. നന്ദിത മുറിക്കുള്ളിലെ ലൈറ്റ് ഇട്ടു. മുറിയിൽ പ്രകാശം വരുന്നപ്പോൾ ഭിത്തിയിൽ മാലയിട്ട് വെച്ചിരിക്കുന്ന 2 ഫോട്ടോകൾ കണ്ടു. ഇത് ആരുടെ ഫോട്ടോയാണെന്ന് സുഭദ്രേച്ചിക്ക് മനസ്സിലായോ? സുഭദ്രേച്ചി എപ്പോഴെങ്കിലും ഇവരെ കണ്ടിട്ടുള്ളതായി ഓർക്കുന്നുണ്ടോ? അവൾ ആ ഫോട്ടോകളിലേക്ക് കണ്ണു തുറന്നു നോക്കി. എത്ര ആലോചിച്ചിട്ടും അതാരാണെന്ന് അവൾക്ക് മനസ്സിലായതുമില്ല. പക്ഷെ എവിടെയോ കണ്ടു മറന്ന ഒരു മുഖം, അതെവിടെയാണെന്നും അവൾക്ക് ഓർമ്മ കിട്ടുന്നില്ല. ചേച്ചി ഇവരെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. ചേച്ചി മാത്രല്ല, ഉണ്ണിയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഉണ്ണിക്ക് ഓർമ്മ കിട്ടണമെന്നില്ല. വർഷങ്ങൾക്ക് മുമ്പാണേ. എവിടെയോ കണ്ട ഒരു ഓർമ്മയുണ്ട്. പക്ഷേ പക്ഷെ എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല. എന്റെ ഓർമ്മയിൽ എനിക്ക് ഇവരെ അറിയില്ല. ഇതാരാണ് നന്ദിത കൊച്ചേ? ഞാനിപ്പോ പറഞ്ഞാൽ ചിലപ്പോ ചേച്ചിക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. ചേച്ചി എന്നോട് ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് ഗോവിന്ദേട്ടന് കുട്ടികൾ ഉണ്ടാവില്ല എന്ന്? കേശു വല്യച്ഛനും വസന്തരാമയും മാത്രം വിശ്വസിക്കാത്ത കാരണം എന്താണെന്ന്? അതിന്റെ കാരണം ചേച്ചി തന്നെയാണ്. ഞാൻ കാരണമോ? ഞാൻ എന്ത് ചെയ്തു? ഇതെല്ലൊരു പരിഭ്രമത്തോടെ നന്ദിതയോട് ചോദിച്ചു. കാരണം ഈ ഫോട്ടോയിലുള്ളത് കേശു വല്യച്ഛനും വസന്തരാമയാണ്, ഗോവിന്ദേട്ടന്റെ അച്ഛനും അമ്മയും. ഇവരൊരിക്കൽ പൊന്നിക്കരയിൽ വന്നിരുന്നു. അന്ന് സുഭദ്രേച്ചിയെ ഉണ്ണിയും കാണുകയും ചെയ്തിരുന്നു. നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അന്ന് തന്റെ മകൻ ഗോവിന്ദന്റെ മകനാണ് ഉണ്ണി എന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. തന്റെ മകന് മറ്റൊരു പെണ്ണിൽ ഒരു കുട്ടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എങ്ങനെയാണ് അവർ വിശ്വസിക്കുക അവർ കുട്ടികൾ ഉണ്ടാവില്ല എന്ന്? അവർ വിശ്വസിച്ചേനെ സുഭദ്രേച്ചി കണ്ടില്ലായിരുന്നെങ്കിൽ. ആദ്യമൊക്കെ അവർ ഏടത്തി പറഞ്ഞ കള്ളത്തരം വിശ്വസിച്ചു. ഈ 2 വയസ്സ് പ്രായം കാണും. ഇവിടെ ഗോവിന്ദേട്ടന് ഊണുമില്ല ഉറപ്പുമില്ലാതെ മുറിയടിച്ച ഒരേ ഇരിപ്പാണ്. ഉൾപ്പേട്ടനും രാഘവേട്ടനും കൂടി വന്ന് ഗോവിന്ദേട്ടനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതിന് ശേഷം കുറെ നാളത്തേന് ആ മുറിയിൽ നിന്ന് ഇറങ്ങിയതേയില്ല. അതുപോലെ തന്നെയാണ് ഇന്ദു ഏടത്തിയെ വിവാഹം കഴിച്ചതിന് ശേഷവും ഇന്ദു ഏടത്തിയുമായി ജീവിക്കോ സഹകരിക്കോ ഒന്നും മിണ്ടോ പോലും ചെയ്യാതെ ഏറെ നാൾ കഴിഞ്ഞിരുന്നു. കൊല്ലം അവർ അന്യരെ പോലെയാണ് ജീവിച്ചത്. അപ്പോഴേക്കും ഇന്ദു ചേച്ചിയെ കുറിച്ച് പക്വതയൊക്കെ എത്തുന്നു തുടങ്ങിയിരുന്നു. തന്റെ തെറ്റാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണമെന്ന് എല്ലാം മനസ്സിലാക്കിയ സമയം. എന്നാലും ഗോവിന്ദേട്ടനെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ഇന്ദു എടുത്ത് തയ്യാറായില്ലായിരുന്നാലും എന്നോട് പറയായിരുന്നു, വരുന്നിടത്ത് വെച്ച് കാണാം. ഏട്ടൻ എന്തെങ്കിലും എപ്പോഴെങ്കിലും തന്നോട് സ്നേഹം കാണിക്കാതിരിക്കില്ല. അന്ന് വരെ താൻ കാത്തിരിക്കുന്നു. എല്ലാരും വിശേഷമായില്ലേ എന്ന് ചോദിച്ചു തുടങ്ങിയപ്പോ വസന്തരാമയ്ക്ക് ഉത്തരമില്ലെന്നായി. എങ്ങനെയെങ്കിലും തന്റെ മകനെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ദാമ്പത്യ ജീവിതം നന്നാക്കി എടുക്കാൻ അവർ ആവുന്നതൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ ഗോവിന്ദേട്ടന് സുഭദ്രേച്ചിയുടെ വിവാഹം കഴിഞ്ഞെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും ദിനേശ് ചേട്ടൻ വന്ന് പറഞ്ഞത് മുതൽ മാനസികമായി തകർന്നു നടക്കുകയാണ്. സത്യത്തിൽ താൻ വിവാഹം കഴിച്ച പെണ്ണാണ്, അവളെ സ്വന്തമാക്കിയതുമാണ്. പക്ഷെ ഇന്ന് മറ്റുള്ളവരുടേതായിരിക്കുന്നു. അതിന് കാരണക്കാരി ഇന്ദുവടുത്തിയാണെന്നുള്ള ധാരണയായിരുന്നു ഏട്ടനെ. അതായിരുന്നു സത്യവും. ആ സമയത്ത് എപ്പോഴാണ് കേശു വലിച്ചിന് ഒരു സ്ട്രോക്ക് ഉണ്ടായി. ഹോസ്പിറ്റലിൽ ഏറനാൾ കിടക്കേണ്ടി വന്നത്. ആ സമയം അത്രയും ഗോവിന്ദേട്ടന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഏടത്തിയായിരുന്നു. ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കുടിക്കുകയും വസ്ത്രം അലക്കി ഇസ്തിരി ഇട്ട് കൊടുക്കുകയും വീട്ടിലെ കാര്യങ്ങൾ അത്രയും നോക്കുകയും ആലയിലെ പണിക്കാരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും വീട്ടിലെ ഉത്തരവാദിത്തമുള്ള ഒരു ഭാര്യയായി മാറിയിരുന്നു ഏടത്തിയപ്പിള്ളേ. എങ്ങനെയോ എപ്പോഴോ അവർ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി. അത് കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു. പക്ഷെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോ വിശേഷമാകാത്തോണ്ട് ഏടത്തി ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നത്. ഏടത്തി പരിശോധിച്ച ഡോക്ടർ ഏടത്തി കഴിക്കുന്ന മെഡിസിൻ ഒക്കെ നോക്കി. അവര് ഏടത്തിയോട് പറഞ്ഞു ഗർഭം ധരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഡെലിവറി സമയത്ത് അപസ്മാരം വന്നാൽ ഏടത്തിയുടെയും കുഞ്ഞിന്റെയും ജീവൻ വരെ നഷ്ടപ്പെടാമെന്ന്. ഏടത്തെയും കൊണ്ട് രോഹിണിയമ്മയാണ് ഹോസ്പിറ്റലിൽ പോയിരുന്നത്. ഡോക്ടറാണെങ്കിൽ അവരുടെ ഒരു കുടുംബ സുഹൃത്തും. ഡോക്ടറെ കൊണ്ട് ഏടത്തി പിന്നെ ഗർഭം ധരിക്കാതിരിക്കാനുള്ള മെഡിസിൻ എഴുതി വാങ്ങിച്ച് ഈ സത്യം അവർ രണ്ടുപേരും അല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല എന്ന് സത്യം ചെയ്യിപ്പിച്ച് ആണ് ഏടത്തെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടേ. ഏടത്തി എല്ലാരോടും പറഞ്ഞത് ഏടത്തിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ്. സ്വാഭാവികമായി ഏടത്തിക്ക് കുഴപ്പമില്ല എങ്കിൽ പിന്നെ ഗോവിന്ദേട്ടനെയാണല്ലോ എല്ലാവരും സംശയിക്കും.
അതേ ഡോക്ടർ തന്നെയാണ് ഗോവിന്ദേട്ടനെയും കാണിച്ചത്. കുഴപ്പം ഗോവിന്ദേട്ടനാണ് തന്നെയാണ് എല്ലാവരെയും പറഞ്ഞ് വിശ്വസിച്ചപ്പോൾ അത് ഗോവിന്ദേട്ടൻ സ്വയം വിശ്വസിച്ചു. അന്ന് മുതൽ ഗോവിന്ദേട്ടൻ ഒരാശ്വാസം കൂടിയായിരുന്നു. താൻ കാരണം ഒരമ്മയാകാനുള്ള ഭാഗ്യം സുഭദ്രേച്ചിക്ക് ഇല്ലാതായില്ലല്ലോ എന്ന് കരുതി. തന്റെ മകന് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞറിഞ്ഞപ്പോ വസന്തരാമയും കേശുവല്ലിച്ചനും അതൊരു വല്ലാത്ത വേദനയായിരുന്നു. തന്റെ തലമുറയെ നിലനിർത്താൻ ഒരു കുഞ്ഞില്ലല്ലോ എന്നുള്ള വ്യസനം ഒരുപക്ഷെ സുഭദ്രേച്ചിയെ വിഷമിപ്പിച്ചത് കൊണ്ടാണോ, അതോ പൊന്നിക്കരമ്മ തന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിറഞ്ഞൊരു കുട്ടി ഉണ്ടായ ശേഷം അവിടെ പോയി തൊഴാത്തത് കൊണ്ടാണോ എന്നുള്ളൊരു അഭിപ്രായം തോന്നലും ഒക്കെ അവർക്ക് ഉണ്ടായി. അതിന് പരിഹാരമായിട്ടെന്നോണാണ് അന്ന് കേശുവല്ലിച്ചനും വസന്തരാമയും ഡ്രൈവറെ കൂട്ടി കാറും എടുത്ത് അങ്ങോട്ട് വന്നത്. പൊന്നിക്കരയിലേക്ക് അവിടെ വെച്ച് കുറുപ്പേട്ടനെ കണ്ടുവെന്നും ഉണ്ണിയെ കണ്ടുവെന്നും പറഞ്ഞു. ഇതൊക്കെ എൻ്റെ അമ്മയോട് ജാനുമ്മയോടെ വസന്തരാമ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. വസന്തരാമ പിന്നീട് ഒരിക്കൽ വീട്ടിൽ വന്ന് ഏറെ കരഞ്ഞു. പാവം സുഭദ്ര എത്ര സുന്ദരിയാണെന്നോ, നമ്മുടെ ഇന്ദുവിനെ പോലെ ഒന്നും അല്ല, പാവം ഒരു കൊച്ചാണ്, നല്ല അടക്കവും മിനും ഒക്കെ ഉള്ള തനി നാട്ടുംപുറത്തുകാരി. നമുക്ക് വിധിച്ചിട്ടില്ല ജാനു. എൻ്റെ ഗോവിന്ദന്റെ മോനെ കണ്ടപ്പോ എൻ്റെ നെഞ്ചു പൊട്ടി പോയി ജാനു. ആരും പറയണ്ട അവൻ എൻ്റെ കൊച്ചുമോനാണെന്ന്. എൻ്റെ ഗോവിന്ദന്റെ തനിപ്പകർപ്പാണ്. എൻ്റെ ഗോവിന്ദൻ കൊച്ചിലേ ഇരുന്ന പോലെ എനിക്ക് ഓർക്കാൻ വയ്യ ജാനു. കുഞ്ഞിനെ എടുത്ത് ഞാൻ ഒരുപാട് ഉമ്മ വെച്ചു. ഉണ്ണിന്ന് അത്രേ അവനെ വിളിക്ക. എൻ്റെ കുഞ്ഞിനെ എടുത്ത് എനിക്ക് കൊതി തീർന്നില്ല ജാനു. ആകെ വിഷമിച്ച് തളർന്നാണ് ഞാൻ അന്ന് തിരികെ വീട്ടിലെത്തിയത്. വന്നിറങ്ങി ഏറെ നേരം കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, നീ പറഞ്ഞത് സത്യം തന്നെയല്ലേ? എൻ്റെ മോനാണോ കുട്ടികൾ ഉണ്ടാകാത്തേന്ന്? എൻ്റെ മുഖത്ത് നോക്കി അവൾ വീണ്ടും കള്ളം പറഞ്ഞു. അതേ അമ്മായി, എന്ത് ചെയ്യാന്, നമുക്ക് ഭാഗ്യമില്ലാതെ പോയിന്ന്. അതവൾ പറഞ്ഞു തീർന്നും ഞാൻ അവളുടെ കവളടിച്ചൊരെണ്ണം പൊട്ടിച്ചു. അത്രയേലും ഞാൻ അവളോട് ചെയ്യണ്ടേ ജാനു? എൻ്റെ മോന്റെ ജീവിതം നശിപ്പിച്ചതിന്. അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ കൈകൂപ്പി എന്നെ കാക്ക വീണ് പൊട്ടിക്കരഞ്ഞു. ഗോവിന്ദൻ ഇത് അറിയില്ലേ, കേശുമാമൻ ഇത് അറിയില്ലേ എന്ന്, അവളുടെ ജീവിതം നശിപ്പിക്കില്ലേ എന്നും പറഞ്ഞു. സത്യം പറഞ്ഞാ ഗോവിന്ദൻ തന്നെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ മോന്റെ ജീവിതം അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാതെ ആകണ്ടല്ലോ എന്ന് കരുതി ഞാൻ ആരോടും പറഞ്ഞില്ല. അവളുടെ ഓർമ്മ കേശുവാടിനൊന്നും അറിയില്ലെന്നാ. ഞാൻ ഗോവിന്ദന്റെ ടെസ്റ്റ് റിസൾട്ട് വഴി വേറെ ഡോക്ടറെ കണ്ട് സംസാരിച്ചു എന്നാണ് അവളോട് പറഞ്ഞത്. സത്യം പറയാൻ പറ്റില്ലല്ലോ. ഗോവിന്ദൻ എങ്ങനെയെങ്കിലും അറിഞ്ഞാ ആ നിമിഷം അവളെ ഉപേക്ഷിച്ചു പൊന്നിക്കരയിലേക്ക്, സുഭദ്രക്കരികിലേക്ക് ഗോവിന്ദൻ പോകും. അങ്ങനെയെങ്കിൽ ഇന്ദു ആ പെണ്ണ് പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. അതും ഇതുമൊക്കെ പറഞ്ഞിരുന്ന സമയത്താണ് മാളിയേക്കിൽ നിന്ന് ഒരു ഫോൺ വന്നത്. കേശുവർഗീസിന് വീണ്ടും അസുഖം കൂടുതലായി, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. വസന്തരാമയും ജാനകിയമ്മയും അപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി. അവർ ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ വെല്ലിച്ചൻ പോയി. വെല്ലിച്ചന് മരണശേഷം വസന്തരാമ ആകെ തകർന്നു പോയിരുന്നു. അവർ അത്രയ്ക്ക് സ്നേഹത്തിലായിരുന്നല്ലോ. പയ്യെ പയ്യെ വസന്തരാമയും ഓരോരോ രോഗം വന്നു കിടപ്പിലായി. ഒരു 4-5 വർഷത്തിനുള്ളിൽ വസന്തരാമയും മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് വസന്തരാമ വക്കീലിനെ വിളിച്ചു തന്റെ പേരിൽ കിടക്കുന്ന വീടും പുരയിടവും സുഭദ്രേച്ചിയുടെ പേരിലേക്ക് മാറ്റി എഴുതിച്ചിരുന്നേ. നാളെ അത് തന്റെ കൊച്ചുമകനെ അവകാശപ്പെടാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ അതും ഇന്ദുവടത്തിയുടെ വീട്ടുകാർ സ്വന്തമാക്കും എന്നുള്ള ഭയത്തിലോ. എല്ലാം ഒരു കെട്ടുകഥ പോലെ തോന്നി സുഭദ്രയ്ക്ക്. ഒന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഒന്ന് യാഥാർത്ഥ്യമാണ്. താൻ എപ്പോഴും ഇവിടെ രണ്ടാളെയും കണ്ടിട്ടുണ്ട്. അതെപ്പോഴാണെന്ന് മാത്രം തനിക്ക് ഓർമ്മ കിട്ടുന്നതുമില്ല. അന്ന് മുഴുവൻ അവൾ അത് തന്നെയാണ് ആലോചിച്ചത്. കാര്യങ്ങൾ അത്രയും ചെയ്യുമ്പോഴും അവളുടെ മനസ്സിൽ എപ്പോഴാണ് താൻ അവരെ കണ്ടതെന്നാണ് ആലോചിച്ചുകൊണ്ടേയിരുന്നത്. അവളുടെ മനസ്സിലേക്ക് ആ രംഗം തെളിഞ്ഞു വന്നു. അതെ, അപ്പോൾ തന്നെയാണ് താൻ പൊന്നിക്കരക്കാവിലെ ഉത്സവത്തിന്റെ 4-ാം നാൾ വലിയ വിളക്ക് തൊഴാൻ ഇറങ്ങിയപ്പോൾ ഉണ്ണി ഒക്കത്ത് വെച്ച് താൻ കോവിൽ തൊഴുത ശേഷം വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് കുറുപ്പേട്ടൻ രണ്ടുപേരോട് സംസാരിച്ചു നിൽക്കുന്നത് കണ്ടത്. ഉണ്ണിക്ക് കുറുപ്പേട്ടൻ എന്ന് വെച്ചാൽ ജീവന്റെ ജീവനാണ്. വരുന്ന വഴിയിൽ ആൽത്തറയോട് ചേർന്ന് വന്നപ്പോൾ കുറുപ്പേട്ടനെ കണ്ടതും തന്റെ എളിയിൽ നിന്ന് ഊർന്നിറങ്ങി അവൻ കുറുപ്പേട്ടന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. അവൻ ഓടി വരുന്നത് കണ്ടതും കുറുപ്പേട്ടൻ അവനെ എടുത്ത് തോളിലേക്ക് വെച്ചു. അവന് കുറുപ്പേട്ടൻ തോളിൽ ഇരിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. താൻ അടുത്ത് ചെന്ന് കുറുമ്പ് കാണിക്കുന്ന ഉണ്ണിയെ തിരിച്ചു വാങ്ങാൻ നോക്കിയപ്പോഴേക്കും അവൻ വരുന്നില്ല എന്നുള്ള ശാഠ്യത്തിലായി. തനിക്ക് പരിചയമില്ലാത്ത രണ്ടുപേരോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ അതാരാണെന്ന് ചോദിച്ചതും ആണ്. പക്ഷെ കുറുപ്പേട്ടൻ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. നീ അറിയില്ല സുഭദ്രേ,
എൻ്റെ ഒരു പഴയ ചങ്ങാതിയുടെ അപ്പനും അമ്മയാണ് എന്നാണ് കുറുപ്പേട്ടനോട് പറഞ്ഞത്. ഞാൻ അവരെ ഒന്ന് ചിരിച്ചു കാണിക്കുകയും ചെയ്തു. അവരെന്നെയെ നോക്കി ഒന്ന് ചിരിച്ചു. ഈ കുറുപ്പേട്ടൻ വരുമ്പോൾ കൊണ്ടുവന്നോളാം, നീ വീട്ടിലേക്ക് തിരികെ പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ താൻ അങ്ങനെ തന്നെ ചെയ്തു. താൻ കുറുപ്പേട്ടന്റെ ഭാര്യയാണോ എന്ന് തെറ്റിദ്ധരിച്ച് അവർ ചോദിച്ചപ്പോൾ അല്ല, ഇതെന്റെ സഹോദരിയാണെന്നും ഭാര്യ പ്രസവിച്ചു കിടക്കുകയാണെന്നും കുറുപ്പേട്ടൻ അവരോട് പറയുന്നതും കേട്ടിട്ടാണ് താൻ തിരിഞ്ഞു നടന്നത്. അവർ തന്റെ പേര് ചോദിച്ചത് കൊണ്ടാണോ കുറുപ്പേട്ടൻ എന്റെ പേര് വിളിച്ചത് കേട്ടിട്ടാണോ എന്നറിയില്ല. അവളാണ് സുഭദ്ര എന്ന് പറയുന്നത് കേട്ടിരുന്നു. അപ്പോൾ താൻ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കൈകൊണ്ട് പൊക്കോ എന്നുള്ള ആഗ്യമാണ് കുറുപ്പേട്ടൻ കാണിച്ചത്. താൻ ഒന്ന് തല കുലുക്കി തിരികെ നടന്നു. ഈശ്വര, അത് ഗോവിന്ദേട്ടന്റെ അച്ഛനും ഉമ്മയായിരുന്നു. ആനൊന്നും അറിഞ്ഞില്ല. കുറുപ്പേട്ടൻ തന്നോടൊന്നും പറഞ്ഞതുമില്ല. എന്തിനായിരിക്കും കുറുപ്പേട്ടൻ ആ രഹസ്യം ഒളിപ്പിച്ചു വെച്ചത്? ഒരു പക്ഷേ വസന്തരാമ ജാനുമ്മയോട് പറഞ്ഞതുപോലെ ഗോവിന്ദേട്ടൻ എല്ലാം ഉപേക്ഷിച്ച് തന്നിലേക്ക് തിരികെ വരുമോ എന്നുള്ള കുറുപ്പേട്ടന്റെ ഭയം കൊണ്ട് തന്നെയാവാം. അങ്ങനെയെങ്കിൽ ഇന്ദു ഏത് സാഹസവും ചെയ്തേനെ. എല്ലാം കഴിഞ്ഞിരിക്കുന്നു, താനിവിടെ എത്തപ്പെട്ടിരിക്കുന്നു. വിധി അതാണ്, അതിനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ഇനി തന്റെ ഊഴമാണ്. തനിക്ക് ഈ മാളിയേക്കൽ തറവാട്ടിൽ നിൽക്കാൻ സാധിക്കില്ല. തന്റെ മകനും ഇവിടെ ജീവിക്കേണ്ട. ഒരുപാട് കണ്ണുനീരും ശാപവും പേറിയ വീടാണിത്. ഇന്ദുവിന്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകും. അവൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് ഗോവിന്ദേട്ടൻ. സ്നേഹിച്ച പുരുഷനെ സ്വന്തമാകുന്നത് ഒരിക്കലും തെറ്റില്ല. അത് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതാണ്. അതെ, ഇന്ദുവും അതേ ചെയ്തുള്ളൂ. ഇനിയുമുണ്ട് യാഥാർത്ഥ്യങ്ങൾ അറിയാൻ. താനും ഗോവിന്ദേട്ടനും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കാതെ പോയ ആ കാരണം അത് ഗോവിന്ദേട്ടനും നന്ദിനിക്കും മാത്രമേ അറിയൂ. അന്ന് രാഘവേട്ടനും കുറുപ്പേട്ടനും ഇവിടെ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ കാരണവും തനിക്കറിയണം. എന്ത് നാടകമാണ് അന്ന് അരങ്ങേറിയത്? നന്ദിത വീട്ടിലേക്ക് തിരികെ പോകാൻ ബാഗ് പാക്ക് ചെയ്യുകയാണ്. 2-3 തവണയായി നന്ദിതയുടെ ഭർത്താവ് വിളിക്കുന്നു. വിളിക്കുമ്പോഴൊക്കെ ഉച്ച കഴിഞ്ഞിറങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിന്റെ തയ്യാറെടുപ്പിലാണ് അവൾ. സുഭദ്ര അവൾക്കരികിലേക്ക് ചെന്നു. സുഭദ്രയെ കണ്ടതും അവൾ സുഭദ്രയോട് ചോദിച്ചു, സുഭദ്രേച്ചി എന്റെ വീട്ടിലേക്ക് വരുന്നോ? ഇവിടുന്ന് ഒരു അരമണിക്കൂർ യാത്രയുള്ളൂ. ഇപ്പൊ ഇല്ല നന്ദിത കൊച്ചേ, പിന്നീട് ഒരിക്കലാവാം. ആട്ടെ, ഇന്ന് പോകാൻ തന്നെ തീരുമാനിച്ചോ? അയ്യോ, പോണം സുഭദ്രേച്ചി. ഇന്ന് ചെന്നില്ലേ മൂപ്പര് ഭയങ്കര പ്രശ്നമാക്കും. 2 ദിവസമായില്ലേ ഇന്ന് പോന്നിട്ട്. ഇനിയും താമസിച്ചാൽ ശരിയാവില്ല. മക്കൾ രണ്ടാളും മൂപ്പരെ വട്ടം കറക്കിയിട്ടുണ്ടാവും. അവർക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന ഫുഡൊന്നും അധികം ഇഷ്ടമല്ല. എല്ലാം ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം. അതുകൊണ്ടാ. പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി അറിയണം. എനിക്കറിയാൻ ചേച്ചി അത് ചോദിക്കുന്നുള്ള കാര്യം. ചേച്ചിയുടെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അവൾ ബാഗിൽ തന്റെ സാധനങ്ങൾ ഒതുക്കി വെക്കുന്നതിനിടയിൽ സുഭദ്ര തന്റെ അരികിലായി പിടിച്ചിരുത്തി. ഞാൻ ഈ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, അന്ന് എനിക്ക് 11-12 വയസ്സുള്ളൂ. അന്ന് പറ്റിയ ചെറിയൊരു തെറ്റ്, അതിന്റെ ആഴവും പരപ്പും എത്രയാണെന്ന് ഞാൻ വലുതായ ശേഷമാണ് എനിക്ക് മനസ്സിലായതേ. അതുകൊണ്ട് എന്നോട് അതിന്റെ പേരിൽ ചേച്ചിക്ക് എന്നോട് ഒരു പിണക്കവും തോന്നരുത്. എനിക്കിത് വിഷമാവും. ഇപ്പൊ ആ കാര്യം ഓർത്താലും എനിക്ക് സങ്കടമാണ് ചേച്ചി. ഞാൻ കാരണം ഈ വീട്ടിൽ കളിച്ചു നിൽക്കേണ്ട നമ്മുടെ ഉണ്ണി ഒരുപാട് വിഷമിച്ചാണ് വളർന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് കുറ്റബോധം തോന്നി. പക്ഷേ എൻ്റെ പ്രായം അത്ര ചെറുതാണല്ലോ. ഇന്ദുവേടത്തെയാണേൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അതിന്റെ പേര് പറ്റിപ്പോയൊരു തെറ്റാണ്. നന്ദിത മിഴികൾ ഈർന്നായി. ഹേയ്, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലും ഉണ്ടാവില്ല. അതൊക്കെ കഴിഞ്ഞ കാലമല്ലേ. എനിക്കതിന്റെ സത്യം ഒന്നും അറിയണം. അത്രേ ഉള്ളൂ നന്ദിത കൊച്ചേ. നന്ദിത ആ സംഭവം സുഭദ്രയോട് വിവരിച്ചോ. ആളന്ന് പൊന്നിക്കരയിൽ നിന്ന് വന്നപാടെ മുറിയിൽ കയറി കഥവിടെ ചിരിപ്പായി. വസന്തരാമയും ഞാനും ഒക്കെ ആകെ വിളിച്ചിട്ടും വാതിൽ തോന്നുന്നതേയില്ല. ഇന്ദുവേടത്തിയോടൊന്നും മിണ്ടാൻ കൂടെ കൂട്ടാക്കിയില്ല. വല്ലതും കഴിക്കാൻ ഇറങ്ങി വരും. അതുപോലെ തന്നെ മുറിയിലേക്ക് തിരികെ പോകും. ഒടുവിൽ വസന്തരാമ ഏറെ കരഞ്ഞപ്പോഴാണ് ഏട്ടനൊന്ന് സംസാരിക്കാൻ കൂടി തയ്യാറായത്. ഗോവിന്ദേട്ടൻ പറയുന്നത് കേട്ടപ്പോ എല്ലാരും ഞെട്ടിത്തെറിച്ചുപോയി. ഗോവിന്ദേട്ടൻ വിവാഹം കഴിഞ്ഞു അത്രേ. ഗോവിന്ദേട്ടനെ വസന്തരാമ ആദ്യമായിട്ട് തലങ്ങും വിലങ്ങും തല്ലി. പദം പറഞ്ഞു പറഞ്ഞു പൊട്ടിക്കരഞ്ഞു. കരച്ചിൽ കേട്ടുകൊണ്ട് രോഹിണി അമ്മായി, മാമനും ഇന്ദുവേടത്തിയും ഒക്കെ ഓടിയെത്തി. അവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇന്ദുവേടത്തി ആണെങ്കിൽ വാവിട്ട് കരഞ്ഞു. ഏടത്തിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ഇന്ദുവേടത്തിയുടെ കൂടെ ഞാനും കരഞ്ഞു. അപ്പോ വിശുമാമൻ പറയുന്നത് കേട്ടു. ആൺകുട്ടികളായ കാണുന്ന ചെവി ചവിട്ടി കാണുന്ന വെള്ളത്തിൽ കഴുകി പോകും. അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് പെൺകുട്ടികളാണ്. നാട്ടുകാർ കൂടി ക്ഷേത്രത്തിൽ വെച്ച് മാല ഇട്ടുന്നല്ലേ ഉള്ളൂ. അവളുടെ കഴുത്തിൽ താലൊന്നും കെട്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ കല്യാണമാകും? എന്തായാലും
അതൊന്നും എനിക്കോ എൻ്റെ മോൾക്കോ ഒരു പ്രശ്നവുമില്ല. ഇന്ദുവിൻ്റെയും ഗോവിന്ദിൻ്റെയും കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിന്റെ പേരിൽ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ അപ്പൊ വിശ്വൻ ആരാണെന്ന് നിങ്ങൾ അറിയും. ഗോവിന്ദേട്ടനാണെങ്കിൽ വിവാഹത്തിനോട് സമ്മതിക്കുന്നുമില്ല. ആകെ പെട്ടുപോയിരുന്നു മാളികയൊക്കെ കുടുംബം. ഇന്ത്യടുത്തെ ആണെങ്കിൽ ആകെ തളർന്ന മട്ടായിരുന്നു. ഭക്ഷണം കഴിക്കില്ല, ആരോട് മിണ്ടത്തില്ല, പോയ അവസാനം തിരിച്ചു വരുമോ എന്നുള്ള ഭയമായിരുന്നു എല്ലാവർക്കും. മരുന്നൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. രോഹിണി മാമിയാണെ അതിന്റെ പേരിൽ അവിടെ വന്ന് സ്വതന്ത്രരാമയോട് അതും ഇതും പറഞ്ഞിട്ട് പോകും. അങ്ങനെ ഇരിക്കും ഒരു ദിവസം. അന്ന് കുറുപ്പേട്ടൻ്റെ രാഘവേട്ടൻ്റെ ഒക്കെ ഇവിടെ വരുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു. ഇവിടെ എന്തോ ചടങ്ങുകളും മറ്റും നടക്കുകയാണ്. ഗോവിന്ദേട്ടൻ അന്ന് പൊന്നിക്കരയിൽ നിന്ന് തിരികെ വന്നിട്ട് 2-2.5 മാസം കഴിഞ്ഞിരുന്നു. കുറുപ്പേട്ടൻ ആദ്യം വന്ന് ഗോവിന്ദേട്ടന്റെ വീടല്ലേ എന്ന് ചോദിക്കുന്നത്. അതും എന്നോടാണ് ചോദിക്കുന്നത്. ഗോവിന്ദേട്ടനെ കാണാൻ ആരോ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ വസന്തരാമന്റെ അടുത്തേക്കാണ് ഓടിച്ചെന്നത്. ഉച്ച ഉറക്കത്തിലായിരുന്നു കേശു വലിച്ചൻ. മയക്കം വിട്ട് പതി എഴുന്നേറ്റ് വന്നു. വന്നവരെ വലിച്ചനോട് കാര്യം പറഞ്ഞു. അകത്തളത്തിൽ നിന്ന് എല്ലാം കേട്ട വസന്തരാമ ഗോവിന്ദേട്ടന്റെ മുറിയിൽ തട്ടി വിളിച്ചു. ഗോവിന്ദേട്ടൻ വാതിൽ തുറന്നിറങ്ങി വന്നപ്പോ വസന്തരാമ കരഞ്ഞോണ്ട് പറഞ്ഞു, മോനെ, നിന്നെ കാണാൻ കുറുപ്പെന്നോ രാഘവെന്നോ ഒക്കെ പറഞ്ഞ് ആരൊക്കെയോ 2 പേര് വന്നിട്ടുണ്ട്. കുറുപ്പും രാഘവനും. അമ്മേ, അത് സുമിത്രയുടെ നാട്ടുകാരാണ്. എന്റെ നടത്തിയത് അവരാണ്. അവർക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ട് വന്നത് തിരികെ ചെല്ലാന്ന്. എനിക്ക് സുഭദ്രയോട് കൂടെ ജീവിച്ചാ മതി. അമ്മേ, ഞാൻ അവരോട് കൂടെ പൊക്കോട്ടെ. അമ്മ എന്നെ തടയല്ലേ. ഗോവിന്ദണ്ണി ഇങ്ങനെ പറയുന്നതും കേട്ടുകൊണ്ടാണ് കേശു വെളിച്ചൻ ഉമ്മർത്തുനിന്ന് കയറി വന്നത്. മകന്റെ നിസ്സഹായ അവസ്ഥ മനസ്സിലായത് കൊണ്ടാവാം വെളിച്ചനൊന്നും പറഞ്ഞില്ല. അപ്പോൾ വസന്തരാമ ഗോവിന്ദനോട് പറഞ്ഞു, നീ അവരോടുകൂടെ പൊക്കോ. രോഹിണിയും വിഷ്ണുവും എല്ലാം ഇപ്പൊ ഉമ്മർത്ത് വന്നിട്ടുണ്ട്. അവരുടെ മുന്നിൽ വന്ന് ഞങ്ങളുടെ സമ്മതമില്ലാതെയാണ് നീ പോകുന്നതെന്നും ഞങ്ങളെ ധിക്കരിച്ചാണ് പോകുന്നതെന്നും വരുത്തി തീർക്കണം. അതിന് ഞാൻ നിന്നെ ചിലപ്പോ പ്രാഗുമായിരിക്കും, ചീത്ത പറയുമായിരിക്കും, ഒരമ്മ പറയാൻ പാടില്ലാത്തതെല്ലാം പറയായിരിക്കും. അതൊന്നും കേട്ട് എൻ്റെ മോൻ തിരിഞ്ഞു നോക്കരുത്, വിഷമിക്കുകയും ചെയ്യരുത്. അവർക്ക് ഒപ്പം പോകണം. തിരികെ വന്നാൽ പിന്നെ എൻ്റെ മോൻ ഒരിക്കലും അവിടേക്ക് പോകാൻ പറ്റില്ല. ഒരമ്മക്ക് കൂടുതൽ ചെയ്യാൻ സാധിക്കില്ല. നിന്റെ ചേച്ചിയുടെ ഭാവി കൂടി ഞങ്ങൾക്ക് നോക്കണ്ടേ. ഞങ്ങളും കൂടെ അറിഞ്ഞാണ് നീ പോകുന്നതെന്നറിയാം. ലക്ഷ്മിയുടെ ജീവിതം അത് ഓർക്കാൻ കൂടി എനിക്ക് വയ്യ. അവൾ ഞങ്ങളെ വെറുക്കൂലേ. ഗോവിന്ദേട്ടൻ അമ്മ പറഞ്ഞത് കേട്ട് അവരോട് അനുഗ്രഹം വാങ്ങി ഉമ്മറത്തേക്ക് ഓടി വന്നു. ആ സമയം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഏട്ടൻ പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ദു ചേച്ചിയെ വിവാഹം കഴിക്കില്ല. എന്തു ചെയ്യും? ഞാൻ അടുക്കള വശത്തോടെ ഓടി ചെമ്പക്കത്തറയിലെത്തി ഇന്ദു ചേച്ചിയേ ഉറക്കെ വിളിച്ചു. ഇന്ദു ചേച്ചി താഴത്തെ കുളത്തിൽ അലക്കി കുളിക്കായിരുന്നു. ഒറ്റയ്ക്കൊന്നും കുളത്തിൽ പോകരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഈയടിയായ ചേച്ചി അതൊന്നും അനുസരിക്കില്ല. എന്റെ വിളി കേട്ടിട്ടാവാൻ ചേച്ചി ഓടിക്കയറി വന്നു. ഞാൻ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ചേച്ചിയോട് പറഞ്ഞു. വസന്തരാമ മുന്നോട്ടിന് പറഞ്ഞ കാര്യങ്ങൾ അത്രയും എടുത്തോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഏടത്തിൽ വിശ്വസിക്കാൻ സാധിച്ചില്ല. വസന്തരാമ അങ്ങനെ പറയുമെന്ന് കരുതിയിരുന്നില്ല. സത്യമാണോ നീ പറയുന്നതെന്ന് ഏടത്തി എന്നോട് ചോദിച്ചു. എല്ലാം സത്യമാണെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെയൊന്നും തന്നെ ഇട്ടേച്ച് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഓടി വന്നു. വന്നപ്പോഴേക്കും ഗോവിന്ദേട്ടൻ പടിക്കലെത്തിയിരുന്നു. പെട്ടെന്നാണ് ഇടത്തേക്ക് അപസ്മാരം വന്ന് ബോധം പോയി നിലത്തേക്ക് വീണത്. കൈകാലിട്ട് അടച്ച് വായിൽ കൂടെ പതിയൊക്കെ വന്നു. ആകെ പേടിച്ചു പോയിരുന്നു എല്ലാവരും. ഇന്ദു ചേച്ചിയെ എന്ന് വിളിച്ച് ഞാൻ ഉറക്കെ അലർക്കരുന്നു. അത് കേട്ടിട്ടാണ് ഗോവിന്ദേട്ടൻ തിരികെ വന്നതും കയ്യിലിരുന്ന താക്കോൽക്കൂട്ടം ഇന്ദുവേടത്തിയുടെ കയ്യിലേക്ക് തിരികെ കൊടുത്തതും ഇന്ദുവേടത്തിയുടെ വിറയിൽ നിന്നതും. ബോധം കേട്ട ഇന്ദുവേടത്തിയെ അകത്തളത്തിലേക്ക് കൊണ്ടുപോയി കിടത്തി. ഉമ്മറത്ത് ഗോവിന്ദേട്ടൻ തിരികെ ഓടിയെത്തിയപ്പോഴേക്കും കുറുപ്പേട്ടനും രാഘവേട്ടനും പടികടന്ന് പോയി കഴിഞ്ഞിരുന്നു. ഈ സംഭവം എനിക്കറിയാവുന്നതാണല്ലോ. ഇതിൽ കൊച്ചു ചെയ്ത തെറ്റ് വസന്തരാമ പറഞ്ഞതെല്ലാം ആ സമയം ഇന്ദുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. അതല്ലേ? അങ്ങനെ കൊച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഗോവിന്ദേട്ടൻ അവർക്കൊപ്പം എൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു അല്ലേ? അത് പോട്ടെ, സാരമില്ല. അത്രയേറെ ഇന്ദുവിനെ നന്ദിത കൊച്ചു സ്നേഹിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്നെ അറിയത്തുകൂടിയില്ല. അത് തന്നെയുമല്ല, അന്ന് കൊച്ചിന് എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാനുള്ള പ്രായവും ആയിട്ടില്ല. പക്ഷേ ഗോവിന്ദേട്ടൻ പറഞ്ഞത് ഇന്ദു എന്തോ കള്ളത്തരം കാണിച്ചാണ് അന്ന് അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയത് എന്നാണ്. ഇതിലെവിടെയാണ് കള്ളത്തരം? ആ കാര്യം മാത്രം പറയാൻ ധൈര്യമില്ലാതെ നന്ദിത വിഷമിച്ച് സുഭദ്രയുടെ മുഖത്തേക്ക് നോക്കി. ഇക്കാര്യമൊന്നും സുഭദ്രയെ അറിയിക്കേണ്ട എന്ന് ഗോവിന്ദേട്ടൻ തന്നോട് പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞതാണ്. താൻ ഇത് പറഞ്ഞാൽ സുഭദ്ര ചേച്ചിയുടെ മനോഗതി എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ പോലും വയ്യ താനും. എത്ര കാലപ്പഴക്കം ചെന്ന കാര്യങ്ങളാണെങ്കിലും
തന്നോട് വെറുപ്പുണ്ടായാലോ? പക്ഷെ ഇനി അത് പറയാതിരിക്കാനും വയ്യ. എങ്ങനെയാ കാര്യം പറയാൻ തുടങ്ങണമെന്നറിയാതെ നന്ദിത ഒന്ന് വീർപ്പുമുട്ടി. അവൾക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്ന് ദൂരേക്ക് നോക്കി. ചേച്ചി, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതെന്റെ അറിവില്ലാത്ത പ്രായത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അന്നത്തെ പ്രായത്തിൽ ഞാൻ ചെയ്യുന്നതും പറയുന്നതും തെറ്റാണോ ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ലാത്ത പ്രായം. അതുകൊണ്ട് ചേച്ചി ഇത് അറിയുമ്പോൾ എന്നോട് വെറുപ്പുണ്ടാകരുത്. അത്രയ്ക്ക് നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ നന്ദിത കൊച്ചേ, നീ പറയണ്ട. ഞാൻ അറിയേണ്ട കാര്യങ്ങളാണെങ്കിൽ ഇത് എത്ര വൈകിയാലും ആരെങ്കിലും അതെപ്പോഴെങ്കിലും എന്നോട് പറയും. ഇനി എപ്പോഴാണെങ്കിലും ആര് പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ അറിഞ്ഞാലും ഞാൻ അറിഞ്ഞില്ലെങ്കിലും ഇപ്പോഴുള്ള ഈ സ്നേഹം നിന്നോട് എനിക്ക് എപ്പോഴും ഉണ്ടാവുക തന്നെ ചെയ്യും. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വെറുക്കാനാണെങ്കിൽ ഞാൻ ഗോവിന്ദേട്ടനെ നോക്കാൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. സുഭദ്ര അവിടുന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അത് കണ്ടിട്ടെന്നോണം നന്ദിത പറഞ്ഞു, ഒരുപക്ഷെ എഴുത്തിക്ക് ഏട്ടനുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ ചെയ്തതെന്നോർത്ത് എല്ലാം ക്ഷമിച്ച് എങ്ങനെയെങ്കിലും ഒരുമിച്ച് പോകാമെന്നായിട്ട് തീരുമാനിച്ചു. തിരിഞ്ഞു പോകാൻ തുടങ്ങാതെ സുഭദ്ര പതിയെ അവളുടെ അടുത്തേക്ക് വന്നു നിന്നു. സുഭദ്രയുടെ മുഖത്തേക്ക് നോക്കാതെ നന്ദിത പറഞ്ഞു, ചേച്ചി, അന്ന് അവിടെ നടന്നതൊക്കെ ഒരു നാടകമായിരുന്നു. വെറും അഭിനയം മാത്രമായിരുന്നു. അതിന് ഞാനും കൂടി കൂട്ടുനിന്നു. എന്ത് നാടകം? പറ കൊച്ചേ, ഇനിയെങ്കിലും തുറന്നു പറഞ്ഞേ. ഏടത്തേക്ക് അപസ്മാരം ഉണ്ടായതും ബോധം കെട്ട് വീണതൊക്കെ വെറും നാടകമായിരുന്നു. എല്ലാം ഏടത്തിയുടെ അഭിനയമായിരുന്നു. താൻ കേൾക്കുന്നത് അത്രയും സത്യമോ മിഥ്യയോ എന്നറിയാതെ സുഭദ്ര ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. അവൾ തൂണിലേക്ക് മെല്ലെ ചാരി. നന്ദിത തുടർന്നു, ഗോവിന്ദേട്ടൻ പോകാൻ തുടങ്ങിയതും ഞാൻ ഓടി ഏടത്തിയുടെ അരികിലേക്ക് ചെന്നു. ഏടത്തി അപ്പോൾ അലക്കി കുളിച്ച് കൊളുത്തിൽ നിന്നും കയറി വരുന്ന ഭാഗമായിരുന്നു. എന്റെ വല്ലാത്ത വിളി കേട്ടിട്ട് ഏടത്തി എന്റെ അരികിലേക്ക് ഓടി കയറി വന്നു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഏടത്തിയുടെ മട്ടും ഭാവവും ഒക്കെ മാറി. ഒരിക്കലും ആർക്കും ഗോവിന്ദേട്ടനെ വിട്ടുകൊടുക്കില്ല എന്ന് ഏടത്തി പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, നീ എനിക്കൊപ്പം കൂട്ടു നിൽക്കണം, ഇക്കാര്യങ്ങളൊന്നും ആരോടും പറയുകയും ചെയ്തേക്കല്ലെന്ന്. നീ എൻ്റെ ഒപ്പം നിന്നില്ലെങ്കിൽ ഞാൻ ആ കൊളുത്തി ചാടി ചാവുമെന്നും പറഞ്ഞു. എന്നെ പേടിപ്പിച്ചു. എന്ത് വന്നാലും ഞാൻ ഏടത്തിക്ക് മുന്നിൽ നിൽക്കുമെന്നും എന്ത് കാര്യമാണെങ്കിലും ഞാൻ ആരോടും പറയില്ല എന്നും ഏടത്തിക്ക് വാക്ക് കൊടുത്തു. അപ്പോഴാണ് ഏടത്തി ബക്കറ്റിൽ നിന്ന് ബാസോപ്പും കപ്പും എടുത്ത് മളിയേക്കിലെ അടുക്കളപ്പുറത്ത് നിന്ന് കപ്പിൽ വെള്ളം എടുത്ത് അതിലേക്ക് ബാസോപ്പ് കലക്കി പതപ്പിച്ചത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉമ്മറത്തേക്ക് നീ പോയി നോക്ക്, ഗോവിന്ദേട്ടൻ പോയോ എന്ന്. ഗോവിന്ദേട്ടൻ പോയെങ്കിൽ നീ ഗോവിന്ദേട്ടാ എന്ന് ഉറക്കെ വിളിക്കണം. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടി വരും, പിടഞ്ഞു വീഴും. നീ പേടിക്കരുത്. പകരം നീ എപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കണം. ഗോവിന്ദേട്ടൻ തിരികെ വരുന്നത് വരെ ഞങ്ങളുടെ പേര് മാറി മാറി നീ വിളിച്ചു ചൊല്ലിക്കൊണ്ടേയിരിക്കണം. പറഞ്ഞത് കേട്ട് ഞാൻ ഉമ്മർത്ത് ഓടി വന്നപ്പോഴേക്കും ഗോവിന്ദേട്ടൻ പതിയെ മുമ്പോട്ട് നടന്നു തുടങ്ങിയിരുന്നു. ഞാൻ ഗോവിന്ദേട്ടാ എന്ന് ഉറക്കെ വിളിച്ചപ്പോഴേക്കും ഏടത്തി ഉമ്മറത്തേക്ക് വരികയും ഒരു നിമിഷം നിൽക്കുകയും പിടഞ്ഞു വീണു വാലിൽ കൂടെ നൊരയും പതിയും വരികയൊക്കെ ചെയ്തു. ഞാനൊന്ന് ആദ്യം പേടിച്ചു പോയെങ്കിലും എന്നെ ആരും കാണാതെ കണ്ണുകൾ ഇറുക്കി കാണിച്ചു കിടത്തി. വായിൽ കൂടി നൊരയും പതിയും വന്ന് സോപ്പ് വെള്ളമാണെന്ന് എനിക്ക് മനസ്സിലായെങ്കിലും അവിടെ നിന്ന് ആർക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഏടത്തിയുടെ അഭിനയം അസാധ്യമായിരുന്നു. ആ പിടച്ചിലും വിറയലും ഒക്കെ ആരെയും സംശയം ജനിപ്പിക്കുന്നില്ല. ഗോവിന്ദേട്ടൻ അപ്പോ ഓടി വന്ന് ഏടത്തിയുടെ കയ്യിൽ താക്കോല് കൊടുത്തപ്പോഴേക്കും വിറയിൽ അഭിനയം നിർത്തി. ഏടത്തിൽ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കിടത്തി. കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോ ഏടത്തി കണ്ണു തുറന്നു. അഭിനയമാണെന്ന് എനിക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കാത്ത വിധം അത്രയ്ക്ക് നാച്ചുറൽ ആയിരുന്നു. പക്ഷെ കുറച്ച് സോപ്പ് വെള്ളം വായിൽ നിന്ന് വയറിലേക്ക് ഉള്ളിലേക്ക് പോയതുകൊണ്ടാവാം ചെറിയൊരു ഛർദിയും വയറിളക്കൊക്കെ ഉണ്ടായി. ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വന്നു. ഏടത്തിയുടെ വയറ് കഴുകി ഒരു ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലെന്നും പറഞ്ഞ് ഡോക്ടർ തിരികെ വീട്ടിലേക്ക് വിട്ടു. ഡോക്ടർക്ക് കാര്യമൊക്കെ മനസ്സിലായെങ്കിലും ഡോക്ടർ ഏടത്തിയുടെ ബന്ധുവായതുകൊണ്ട് കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞതുമില്ല. നന്ദിത പറഞ്ഞു നിർത്തിയപ്പോൾ സുഭദ്ര ഒന്നും പറയാതെ എന്തോ ആലോചിച്ചുകൊണ്ട് കോണിപ്പടി ഇറങ്ങി താഴേക്ക് വന്നു. അവളുടെ മനസ്സ് കലുഷിതമായിരുന്നു. തന്റെ ജീവിതം തകർത്ത നാടകങ്ങൾ അരങ്ങേറിയ വീടാണിത്. ഇനി തനിക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കില്ല. ഇന്ദുവിന്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ഉള്ളതുപോലെ സുഭദ്രയ്ക്ക് തോന്നി. നന്ദിത മുകളിൽ നിന്നും താഴേക്ക് വന്നപ്പോഴേക്കും സുഭദ്രയെ അവിടെ എങ്ങും കാണാനില്ലായിരുന്നു. അവൾ ഗോവിന്ദന്റെ അരികിലെത്തി. അയാൾ അപ്പോഴും ഉറക്കം നിറഞ്ഞിരുന്നു. കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് അവൾ ജഗ്ഗിൽ നിന്നും ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്ന് അവിടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് തിരികെ വന്ന് മേശമേലിരുന്ന തന്റെ ബാഗ് എടുത്ത് അതിലേക്ക് തന്റെ സാധനങ്ങൾ പതിയെ അടുക്കി തുടങ്ങി. ഇത് കണ്ട് ഗോവിന്ദൻ ചോദിച്ചു, എടോ, താൻ എന്താ സാധനങ്ങളൊക്കെ അടുക്കുന്നത്? അവൾ ചിരിച്ചുകൊണ്ട് ഗോവിന്ദനോട് പറഞ്ഞു, ഞാൻ കുറെ കാലമായില്ലേ ഗോവിന്ദേട്ടാ ഇവിടെ വന്നിട്ട്. എനിക്ക് എന്റെ പൊന്നിക്കര വരെ ഒന്ന് പോകണം. ഉണ്ണിയോട് വരാൻ ഞാനിപ്പോൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.
അവൻ നാളെ രാവിലെ വരും. അപ്പോഴേക്കും സാധനങ്ങൾക്ക് ഒന്ന് അടുക്കി വെച്ചേക്കാം എന്ന് കരുതി. അവൾ അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അയാളുടെ അരികിലേക്ക് വന്നിരുന്നു. അയാളുടെ മുഖമാകെ വികർണമായി. പെട്ടെന്ന് അയാളുടെ ഭാവം മാറി. ആ മുഖത്തേക്ക് സങ്കടഭാവം കടന്നു വന്നു. അപ്പോൾ താൻ എന്നെ ഉപേക്ഷിച്ച് ഇതിൽ നിന്നും പോവുകയാണോ? താൻ ഒരിക്കലും തിരിച്ചു വരില്ലേ? ഇനിയും തനിക്കെന്നെ തനിച്ചാക്കി പോകാൻ സാധിക്കുമോ? സുഭദ്രേ, എന്നെ ഇവിടെ ഒറ്റയ്ക്കേക്ക് പോകാൻ ആര് പറഞ്ഞു ഗോവിന്ദേട്ടൻ ഇവിടെ ഒറ്റയ്ക്കാണെന്ന്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ എത്ര പണിക്കാരുണ്ട്, ജോലിക്കാരുണ്ട്. ഗോവിന്ദേട്ടൻ എന്താവശ്യം വന്നാലും ഓടി വരാൻ അവസരപ്പെടുന്ന നന്ദിതയും ഒക്കെ ഉണ്ട്. പിന്നെ എന്താ കുഴപ്പം? ഞാൻ തീർത്തു പോകുന്നൊന്നുമല്ല. പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അവിടെ നിന്നിട്ട് തിരികെ വരാം. എനിക്ക് എന്റെ കൊച്ചുമോനെ ഒന്ന് കാണാൻ കൊതിയില്ലേ? പൊന്നിയെ കണ്ടിട്ടും ഏറെ നാളായി. ഞാൻ അവളെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. എന്റെ പൊന്നു മോളാണ് അവൾ. അവൾ അമ്മയില്ലാത്ത കുട്ടിയില്ലേ. അവൾക്ക് എന്നെ കാണാനും കൊതി ഉണ്ടാവും. എല്ലാവരെയും ഒന്ന് പോയി കണ്ട് കാവിലമ്മ ഒന്ന് തൊഴുത് ഞാൻ പതിയെ തിരികെ വരാം. ചെറുതാണെങ്കിലും എനിക്കൊരു വീടുണ്ടല്ലോ. അത് ഏത് കോലത്തിലാവും എന്നറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നീയും മായും ഒത്തൊരുമിച്ച് പോകുന്നതേ ഇല്ല. അവരൊരുമിച്ച് പോകട്ടെ എന്ന് കരുതിയ ഒരു ഹോം നേഴ്സിന്റെ വേഷം കിട്ടി അന്ന് ജോലി തിരക്കി ഇറങ്ങിയത്. പക്ഷെ അത് വെറുതെയായി. അവരിപ്പോഴും രണ്ടായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ബോധിപ്പിച്ച് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലെങ്കിലും ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട് ഉപേക്ഷിച്ച് എനിക്ക് എങ്ങും പോയി ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ അപ്പോൾ ഞാനോ? എനിക്കിനി തന്നെ പിന്നെ ജീവിക്കാൻ വയ്യൂടോ. എല്ലാവരും ഉണ്ടായാലും എത്ര പണം ഉണ്ടായാലും താനില്ലാതെ എനിക്ക് എങ്ങനെയാടോ പറ്റുക? എടോ, തൻ്റെ ഒപ്പം ഞാനും വരാം. അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാം. അവർക്ക് വേണ്ടതെല്ലാം ചെയ്യാം. പക്ഷെ തന്നെ തന്നെ എനിക്ക് വേണം. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് തിരികെ പോരാം. അതുപോലെ അയാൾ കൂടുതൽ വികാരാതീതനായി അവളോട് ചോദിച്ചുകൊണ്ടിരുന്നു. അവൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഗോവിന്ദേട്ടൻ എന്താണ് ഈ പറയുന്നേ? ഗോവിന്ദേട്ടൻ പൊന്നിക്കരയിലേക്ക് വരികയെ? അവൾ ഒന്ന് പൊട്ടിച്ചിരിച്ചു. എൻ്റെ അമ്മേ, എനിക്ക് വയ്യ. താനെന്നെ കളിയാക്കുവാണല്ലോടോ. ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത് സുഭദ്രേ. ഞാനും തൻ്റെ ഒപ്പം വരാം. എന്നിട്ട് നമുക്കെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് തിരിച്ചു വരാം. ഞാൻ കളിയാക്കിയതൊന്നുമല്ല ഗോവിന്ദേട്ടാ. ഗോവിന്ദേട്ടനെ എന്താ തമാശ പറയും? ഇവിടെ താമസിക്കും. ഞങ്ങൾക്ക് 2 ചെറിയ മുറികളേ ഉള്ളൂ. അതാണെങ്കിൽ സൗകര്യം ഒട്ടും ഇല്ല താനും. ബാത്റൂം ഒക്കെ പുറത്താണ്. ഇതുപോലത്തെ ടൈലിട്ട ബാത്റൂം ഒന്നുമല്ല. കിടന്ന് കുളിക്കാനുള്ള സൗകര്യവും ഇല്ല. ഇവിടെ എനിക്ക് ഗോവിന്ദേട്ടനെ മാത്രം നോക്കിയാൽ മതി. പക്ഷെ അവിടെ ചെന്ന അടുക്കളക്കാരിയും പുറം പണിയും ഗോവിന്ദേട്ടനെ നോക്കലും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. എനിക്ക് ഏട്ടനെ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് ഏട്ടൻ ഇവിടെ നിന്നാൽ മതി. ഞാൻ പോയിട്ട് വേഗം തന്നെ തിരികെ വരാം. നോക്കാം. അതുവരെ ഏട്ടൻ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. എന്നാൽ താൻ തിരികെ വരുമ്പോഴേക്കും ഞാനിവിടെ ജീവനോടെ ഉണ്ടാവില്ല. ഈ ലോകം വിട്ടു പോയിരിക്കും. എനിക്ക് തന്നെ പിന്നീട് നിമിഷം സാധിക്കില്ല. ചെറിയ വീടാണെങ്കിലും ചെറിയ സൗകര്യമാണെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. തൻ്റെ കൂടെ ഞാൻ ഇനി ജീവിക്കുള്ളൂ. താൻ ഉള്ളിടം എത്ര ചെറുതാണെങ്കിലും എനിക്കത് സ്വർഗമാണ്. മറിച്ച് എത്രയൊക്കെ സൗകര്യമുണ്ടെങ്കിലും അതെനിക്ക് നരകവുമായിരിക്കും. അവൾ ആവുന്നത് അയാളോട് പറഞ്ഞു നോക്കി. പക്ഷെ അയാൾ അവൾക്കൊപ്പം പോരണമെന്ന് തന്നെ വാശി പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ തൻ്റെ ഒപ്പം അയാളെ കൂട്ടാൻ അവൾ തീരുമാനിച്ചു. നന്ദിത സുഭദ്രയെ തേടി അപ്പോഴേക്കും അങ്ങോട്ടെത്തി. കണ്ടപാടെ സുഭദ്രയോട് അവൾ പരിഭവം പറഞ്ഞു. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. ചേച്ചി ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു. ചേച്ചി ഒന്നും പറയാതെ ഇങ്ങ് പോന്നത്? അവൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞതില്ല. അയാൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുകയായിരുന്നു. ചേച്ചി എന്താ പോകാൻ തീരുമാനിച്ചോ? സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടല്ലോ. ഞാൻ എല്ലാ കാര്യവും ചേച്ചിയോട് പറഞ്ഞത് കൊണ്ടാണോ ചേച്ചി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഞാൻ ചേച്ചിയോട് അപ്പോഴേ പറഞ്ഞതല്ലേ എന്നോട് പെണ്ണുങ്ങരുതെന്ന്. അതിന് നന്ദിതയ്ക്ക് മറുപടി കൊടുക്കാൻ സുഭദ്ര വായനക്കി തുടങ്ങിയപ്പോഴേക്കും ഗോവിന്ദൻ ഓഹോ, അപ്പോ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞ് അവളുടെ മനസ്സ് വേദനിപ്പിച്ചു. അതാ ഇപ്പൊ പോകാൻ തീരുമാനിച്ചത്. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു നന്ദിത അവളോടൊന്നും പറയരുത് പറയരുത്. ഒന്നും നീ കേട്ടില്ല. അല്ല, നിനക്കെന്താ കുഴപ്പം? നഷ്ടപ്പെടുന്നത് എന്റെ ജീവിതമല്ലേ? ഗോവിന്ദൻ ആത്മരോഷത്തോടെ കട്ടിലേക്ക് വന്നിരുന്നു. രംഗം വഷളായി തുടങ്ങിയെന്ന് തോന്നിയപ്പോൾ സുഭദ്ര നന്ദിതയോടായി പറഞ്ഞു. ഏയ്, ഇതിന്റെ പേരിൽ നിങ്ങൾ രണ്ടാളും വഴക്കടിയൊന്നും വേണ്ട. ഞാൻ ഈ തീരുമാനം ഇന്നലെ എടുത്തതാണ്. ഉണ്ണി പോകാൻ നേരം തന്നെ എന്നോട് കുറച്ച് വിഷമിപ്പിച്ചാണ് പറഞ്ഞത്. അമ്മ ഇവിടെ തന്നെ കൂടാനാണോ പ്ലാൻ എന്നൊക്കെ ചോദിച്ചു. എല്ലാം കൂടി മൊത്തത്തിൽ ഒന്ന് ആലോചിച്ചപ്പോ തുടർന്നും പൊന്നിക്കര തന്നെ ജീവിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇപ്പം എനിക്ക് സ്വന്തക്കാരായും ബന്ധുക്കാരായും അങ്ങനെ ആരുമില്ല. ഉണ്ണിയാണെങ്കിൽ തീർത്തും പറഞ്ഞു അവൻ ഇവിടെ വന്ന് നിൽക്കില്ല എന്ന്. പിന്നെ ഒരു വഴി ഗോവിന്ദന് അവിടെ ജീവിക്കാൻ ഇഷ്ടമാണെങ്കിൽ എന്നോടൊപ്പം പോരട്ടെ എന്ന് ഞാനും പറഞ്ഞു.
അത്രേ ഉള്ളൂ. നന്ദിത നെറുകണ്ണുകളോടെ അവളെ ചേർത്ത് പിടിച്ചു. ഒന്ന് തേങ്ങി പറഞ്ഞു, എന്നോടൊന്നും തോന്നല്ലേ ചേച്ചി. പക്വതയില്ലാത്ത പ്രായത്തിൽ എനിക്ക് പറ്റിയൊരു കൈപ്പിഴയാണ്. ക്ഷമിച്ചേക്കണേ ചേച്ചി. അതൊന്നും സാരില്ല കുട്ടി. ഞാൻ പറഞ്ഞല്ലോ, നടക്കേണ്ട സമയത്ത് എല്ലാം നടക്കും. അനുഭവിക്കേണ്ടത് നമ്മൾ അനുഭവിക്കണം. പൊന്നിക്കരിയമ്മ എന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതമ്മ നിർവഹിച്ചു എന്ന് കരുതിയാൽ മതി. എന്തായാലും നാളെ ഉണ്ണി വരും. ഉണ്ണിക്കൊപ്പം ഞങ്ങൾ രണ്ടാളും അങ്ങോട്ട് പോകും. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണേ ചേച്ചി. ഞാൻ ഓടിയെത്തും. എന്നാൽ നിങ്ങൾ നാളെ പടിയിറങ്ങുന്ന കാണാൻ ഞാനിവിടെ നിൽക്കുന്നില്ല. ഞാൻ പോയേക്കാണ്. അവളെ യാത്ര പറഞ്ഞ് പടിയിറങ്ങി പോകുന്നത് നോക്കി സുഭദ്ര ഉമ്മറ വാതുക്കൽ നോക്കി നിന്നു.